Hello children. So we'll now discuss condition for equilibrium between phases. Okay. അപ്പോൾ നമുക്കറിയാം we have different phases. Okay, when you have a system and there are many phases existing, there has to be a condition. Okay, അപ്പോൾ ഇത് നമ്മൾ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് എന്നാണ് നമ്മൾ ഇതിലേക്ക് അറൈവ് ചെയ്യണത്. അതായത് ഒരു മൾട്ടി ഫേസ് മൾട്ടി കോമ്പണൻറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. യു ക്യാൻ ഹാവ് ഒരു സിസ്റ്റം എടുത്താൽ യു ക്യാൻ ഹാവ് മെനി നമ്പർ ഓഫ് ഫേസസ്. ഓക്കെ, you can have phase 1, phase 2. Let us say we have many phases and you have also many components. Okay, that is more than one. So that is C is greater than 1, P is greater than 1. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഈ ഒരു കേസിൽ there is something that is you have to always think about. And ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് നമ്മുടെ ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി, നമ്മൾ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദാറ്റ് ഈസ് എ കെമിക്കൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് ഇതിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദി പാർഷ്യൽ മോളാർ ഫ്രീ എനർജി ഓർ പാർഷ്യൽ മോളാർ ഗിബ്സ് എനർജി. ഫൈൻ. സോ ഈ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓർ പാർഷ്യൽ മോളാർ ഗിബ്സ് എനർജി ഒരു കോമ്പണൻറ്റിൻ്റെയാണ്, ഒരു മൾട്ടി കോമ്പണൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇസ് ദെയർ. ദ കോൺട്രിബ്യൂഷൻ ഇസ് പെർ മോൾ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പണൻറ്റ്. ഓക്കെ, ഒരു മൾട്ടി കോമ്പണൻസ് സി ഗ്രേറ്റർ ദെൻ 1. അപ്പോൾ കുറേ കോമ്പണൻസ് ഉണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ പെർ മോൾ. ഓക്കെ, there is a contribution to the total Gibbs. അതായത് ഒരു ടോട്ടൽ ഗിബ്സ് എനർജി ഓഫ് ദ സിസ്റ്റത്തിൽ. ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ വേരിയബിൾസ് നമ്മൾ മാറുന്നില്ല. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദർ വിൽ ബി ഈ ടോട്ടൽ ഗിബ്സ് എനർജിയിലേക്ക് യു വിൽ ഹാവ് കോൺട്രിബ്യൂഷൻ ഫ്രം ഈച്ച് ഓഫ് ദി കോമ്പണൻറ്റ്. അപ്പോൾ നമ്മൾ എത്ര കോമ്പണൻറ്റ് ഉണ്ട് വെച്ചാൽ ഓരോ കോമ്പണൻറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ദർ ഇസ് എ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇറ്റ് ഈസ് പെർ മോൾ. സോ നൗ ലെറ്റ് us look into that. Okay, now let me consider. ഓക്കെ, നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാൻ ആൻഡ് ഈസിയസ്റ്റ് നമുക്ക് എടുക്കാം. ദർ ഇസ് 2 phases. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ലെറ്റ് us take like oil and water. Okay, 2 liquid phase. So I have phase 1 and phase 2 here. Okay, so അതായത് ഒരു എന്താ 2 ലിക്വിഡ് ഫേസസ് ആണ്, അവർ തമ്മിൽ ലയിക്കുന്നില്ല. അപ്പോൾ 2 ഫേസായിട്ട് നിൽക്കണം. ആൻഡ് ഓരോ ഫേസിൽ ദർ ഇസ് എ നമ്പർ ഓഫ് കോമ്പണൻസ് ഇൻ ഈച്ച് ഫേസ്. ഓക്കെ, സോ ഹിയർ വി നോട്ട് നമ്മൾ സീന് റെസ്ട്രിക്ഷൻ ചെയ്യില്ല, നമ്മൾ പി 2 ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ നൗ ലെറ്റ് മീ സേ ദാറ്റ് ദർ ഇസ് എ നമ്പർ ഓഫ് കോമ്പണൻസ്. ഓക്കെ, ലെറ്റ് ദ പാർഷ്യൽ മോളാർ ഗിബ്സ് എനർജി, അതായത് നമ്മുടെ കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മളത് മ്യൂ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓരോ കോമ്പണൻറ്റിൻ്റെ μ1 μ2 μ3 അങ്ങനെ നമ്മൾ പോയിട്ട് എത്ര കോമ്പണൻറ്റ് ഉണ്ട് വെച്ചാൽ അത്രയും ഇത് ഫേസ് 1-ലാണ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഫേസ് 2-ൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഇസ് μ1 ഡാഷ് μ2 ഡാഷ് അങ്ങനെ യു ഹാവ് ഫോർ ഫേസ് 2. Now suppose, okay, now ഈ ഫേസ് തമ്മിൽ there is a transfer of say small number dn1, okay, dn2 അങ്ങനെ. ഓക്കെ, dn1 dn2 മീൻസ് ഫസ്റ്റ് കോമ്പണൻറ്റിൻ്റെ സെക്കൻഡ് കോമ്പണൻറ്റിൻ്റെ ഇത്ര മോൾസ്. ഓക്കെ, നമ്മുടെ ഫേസ് 1 നിന്ന് ഫേസ് 2-ലേക്ക് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കും.
അതായത് എത്രയോ എണ്ണം ഓരോ കോമ്പണൻറ്റ്, സി കോമ്പണൻറ്റ് 1, ഇത് കോമ്പണൻറ്റ് 2, ഇപ്പോൾ യു വിൽ ഹാവ് dn3 ഫോർ കോമ്പണൻറ്റ് 3. അപ്പോൾ അതായത് നമ്മുടെ phase 1 നിന്ന് phase 2ലേക്ക് എത്രയോ നമ്പർ ഓഫ് മോൾസ് ഓരോ കോമ്പണൻറ്റിൻ്റെ നമ്മൾ phase 2ലേക്ക് മൂവ് ചെയ്യാണ്. സോ അതെന്താ എത്രയാണ്? ഇറ്റ്സ് എ സ്മോൾ നമ്പർ. സോ ഇറ്റ്സ് dn1 ഫോർ കോമ്പണൻറ്റ് 1, dn2 ഫോർ കോമ്പണൻറ്റ് 2, dn3 ഫോർ കോമ്പണൻറ്റ് 3, അങ്ങനെ dnn ഫോർ കോമ്പണൻറ്റ് n. ഓക്കെ, സോ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാരണം ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി, ഓക്കെ, ഓഫ് ദ 2 phases. അത് നൗ ഇറ്റ് ഇസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടി ആൻഡ് പ്രഷർ എന്ന് എപ്പോഴും ഓർത്തോളൂ. എപ്പോഴും ആ കോൺസ്റ്റൻറ്റ് ടി ആൻഡ് പ്രഷർ പി എന്ന് പറയണം. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് നമ്മൾ. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി? ഓക്കെ, ഇൻ ദ ഫസ്റ്റ് ഫേസ്, അതാണ് ഫസ്റ്റ് ഫേസിലുള്ള ചേഞ്ച് വരുന്നത്. ഇറ്റ് വിൽ ബി mu1, അതായത് കെമിക്കൽ പൊട്ടൻഷ്യൽ, ഇൻടു ദ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ട്രാൻസ്ഫേർഡ്, പ്ലസ് mu2 dn2, അങ്ങനെ എക്സെട്ര. ലെറ്റ് മീ ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ 1. Similarly, what is the change in phase 2? That will be equal to mu1 dash dn1, mu2 dash dn2, അങ്ങനെ എക്സെട്ര. Okay, this is now 2. Now let me see what is the net change in Gibbs energy. The net change in Gibbs energy, അതായത് because of this movement, that's dg, will be equal to, നമ്മൾ 1 നിന്ന് 2ലേക്കല്ലേ പോയത്, അപ്പോൾ dg2 minus dg1. ഓക്കെ, സോ അങ്ങനെയാവുമ്പോൾ നമുക്കൊന്ന് ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഫസ്റ്റ് ഈ ഇക്വേഷൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ബി ദ dn1 കോമൺ ആയിട്ടോ dn2 കോമൺ ആയിട്ടോ അങ്ങനെ എഴുതുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് mu1 ഡാഷ് മൈനസ് mu1 dn1 പ്ലസ് mu2 ഡാഷ് മൈനസ് mu2 dn2 പ്ലസ് എക്സെട്ര. ലെറ്റ് മീ കോൾ ദിസ് ഇക്വേഷൻ 3. Now, equilibrium exist ചെയ്യണം എന്നുണ്ടെങ്കിൽ we know that equilibrium condition എന്ന് പറഞ്ഞാൽ the change in delta in Gibbs free energy should be 0. ഓക്കെ, അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി 0 ആയി നിൽക്കുന്നതിൻ്റെയാണ് ഇക്വലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് ഇക്വേഷൻ 3 ഷുഡ് ബി ഈക്വൽ ടു 0, വിച്ച് മീൻസ് mu1 ഡാഷ് മൈനസ് mu1 dn1 plus mu2 dash minus mu2 dn2 plus etc. should be equal to 0. Now നോക്കൂ, ഇവിടെ കോമ്പണൻറ്റ് 1 ഈ ഓരോ കോമ്പണൻറ്റിൻ്റെ phase 1 to phase 2 ട്രാൻസ്ഫർ നടക്കുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ഫർ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഈച്ച് ഓഫ് അതായത് ഓരോ ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ഫർ മസ്റ്റ് ഓൾസോ ബി ഈക്വൽ ടു 0. അതായത് ഓരോ ടേം, അതായത് നമ്മൾ ആഡ് ചെയ്യണ നോക്കൂ, ഓരോ ടേം മസ്റ്റ് ബി ഈക്വൽ ടു 0, വിച്ച് മീൻസ് എന്താ അതിൻ്റെ അർത്ഥം? ദാറ്റ് ഇസ് mu1 ഡാഷ് മൈനസ് mu1 dn1 which should be equal to mu2 dash minus mu2 dn2 which should be equal to whatever, and that should be equal to 0. Okay, I forgot to name this as 4, and this is now equation number 5. Okay, now ഇതിൽ നമ്മളൊരു ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയും. സോ ദാറ്റ് ഇസ്, സി ദിസ് ഇസ് സം എ ഇൻറ്റു സം ബി which should be equal to 0. അങ്ങനെ നമ്മളൊരു സം 2 numbers into 0 പറഞ്ഞാൽ എ 0 ആവാം അല്ലെങ്കിൽ ബി 0 ആവാം. പക്ഷെ ഇങ്ങനെ ഒരു കേസിൽ ഒരിക്കലും dn1 0 ആവില്ല. എന്താ വെച്ചാൽ അതൊരു എണ്ണല്ലേ. അപ്പോൾ ഒരിക്കലും dn1 dn2 അത് 0 അല്ല. സോ ഹൂ ഷുഡ് ബി 0? ദ ചേഞ്ച് ഇൻ chemical potential. So nu1 dash minus nu, which is equal to nu2 dash minus nu2, so nu1 nu2 എൻ്റെ ഈ പേനയുടെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. Okay, which is equal to like that equal to 0. So let me call this 6. Which, what does this mean? ഇതിൻ്റെ അർത്ഥം എന്താ? My nu1 dash should be equal to nu1 and
2 dash should be equal to nu 2 അങ്ങനെ ഓരോന്നുണ്ട്. ഓക്കെ, സോ ഇൻ ജനറൽ നമുക്ക് പറയാം ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് ഐ, കുറേ കോമ്പണൻറ്റിൽ ലെറ്റ്സ് സേ one component which is any random I. In that case mu I should be equal to mu I dash. Okay, which okay, now ഇതാണ് ഒരു സിസ്റ്റത്തിൻ്റെ പറയുന്നത്. ആൻഡ് വാട്ട് നമുക്കത് വെച്ചിട്ട് ജനറലൈസ് ചെയ്യണത് എന്താ വെച്ചാൽ ഫോർ ഈക്വിലിബ്രിയം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ എ മൾട്ടി കോമ്പണൻറ്റ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ നമ്പർ ഓഫ് ഫേസസ്. ഇതിപ്പോൾ നമ്മൾ രണ്ടെടുത്തും നമുക്ക് എത്ര ഫേസ് വേണമെങ്കിൽ എടുക്കാം. അതിൽ വരുമ്പോൾ ദ പാർഷ്യൽ മോളാർ ഗിബ്സ് എനർജി, ദാറ്റ് ഈസ് എ കെമിക്കൽ പൊട്ടൻഷ്യൽ, മസ്റ്റ് ബി ദ സെയിം ഇൻ ഓൾ ദ ഫേസസ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. അതായത് ദി മോളാർ ഗിബ്സ് എനർജി, okay, or which is the chemical potential of each component must be the same in all phases. Then generalize ചെയ്യാണ്. So this is what is the condition for equilibrium between the phases. Very important aspect ആണ് നമ്മുടെ. Okay, next I'll go to also the thermodynamic derivation. Okay, അതും കൂടി നമുക്ക് ഈ ഒരു ഇതിൽ let us try to go to phase rule. And that is, what was the phase rule? ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞതാണ്. ഫേസസ് റൂൾ ഇൻ ജനറൽ നമ്മൾ പറയണത് എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. ഓൾറൈറ്റ്, സോ വെൻ യു കൺസിഡർ ദ ഡെറിവേഷൻ, നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ലെറ്റ് us കൺസിഡർ എ heterogeneous system in equilibrium. So you should know that there should be an equilibrium, right? Equilibrium consisting of എത്ര സി കോമ്പണൻസ്. നമുക്ക് എത്ര കോമ്പണൻസ് ഉണ്ട്? സി കോമ്പണൻസ് ഉണ്ട്. അത്ര 1 2 3 ഇങ്ങനെ പോയി സി വരെ അത്രയും കോമ്പണൻസ്. ആൻഡ് ഈ കോമ്പണൻസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്, അത്ര നമുക്കൊരു സിസ്റ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പി ഫേസസ്. ഓക്കെ, ആൻഡ് ആ ഫേസ് 1 2 3 അങ്ങനെ പോയിട്ട് പി വരെ. ഓക്കെ, സോ വി ഹാവ് പി നമ്പർ ഓഫ് ഫേസസ് ആൻഡ് സി നമ്പർ ഓഫ് കോമ്പണൻസ്. അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് ഞാൻ എടുക്കണേ. സോ ലെറ്റ് മി ജസ്റ്റ് ഡ്രോ ജനറൽ ഡയഗ്രാം. ഓക്കെ, നമുക്കൊന്നൊരു ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. സോ ഓക്കെ, ഐ ഹാവ് എ നമ്പർ ഓഫ് ഫേസസ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഡിവിഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. Okay, so let me say that this is phase 1, this is phase 2, angana poite this is okay P3, angana poite this is P phase. Okay, that is the P number of phases ഉണ്ട്. Now I have അതേപോലെ ഓരോ ഫേസിൽ നമുക്ക് എല്ലാ കോമ്പണൻ്റ് ഉണ്ട്. എന്താണ്? C1, let me say that the first component is C1, C2, C3 ഇങ്ങനെ പോയിട്ട് CC. ഓക്കെ, C number of components ഉണ്ട് and they are in equilibrium. See, all of them are in equilibrium. Okay, there is an equilibrium existing between the phases. Chemical potential ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. So here there is an equilibrium between the in each ഫേസിലുള്ള C1, in each ഫേസിലുള്ള C2 തമ്മിൽ ഇതുണ്ട്. in each ഓരോ C3 is in equilibrium and finally CC. ഓക്കെ, ഇവർ തമ്മിൽ ഇക്വലിബ്രിയത്തിൽ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. Now let me go to think about the degrees of freedom. Okay, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് വേരിയൻസ്.
അതായത് വേരി ചെയ്യുന്ന എത്ര വേരിയബിൾസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞില്ലേ. ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ദാറ്റ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഇൻ ഓർഡർ ടു ഡിഫൈൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ സേ ദാറ്റ് എക്സ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ഫോർ ദ സിസ്റ്റം. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ ഐ ഹാവ് എക്സ് വേരിയബിൾസ്. Okay, and y is the number of variables, so number of variables getting automatically fixed or automatically defined എന്ന് ഞാൻ പറയാം. Defined because of system being in equilibrium. Fine. So അതായത് ടോട്ടൽ നമ്പർ എക്സ് ഉണ്ട് വെച്ചാൽ എക്സ് വേരിയബിൾസിൽ ആ എക്സ് വേരിയബിൾസിൽ നിന്ന് എത്രയോ വൈ വേരിയബിൾ അതിൽ എക്സ് വേരിയബിൾസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആൻഡ് അതിൽ നിന്ന് വി ഹാവ് വൈ നമ്പർ ഓഫ് വേരിയബിൾസ് വിച്ച് ആർ ഗെറ്റിംഗ് ഓട്ടോമാറ്റിക്കലി ഡിഫൈൻഡ്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് എക്സ് മൈനസ് വൈ. ഓക്കെ ഓക്കെ, this is how we are telling. So നമുക്ക് now ഏതൊരു ഇതിലാണെങ്കിലും ടെമ്പറേച്ചറും പ്രഷറും for all the phases in equilibrium are the same. അതായത് എല്ലാ കേസിലും ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും they have to be the same. So ആ ഒരു ഇതിൽ നമ്മൾ പറയുമ്പോൾ we have only one temperature and one pressure for the entire system. അതായത് ഒരു ടെമ്പറേച്ചർ വേരിയബിളും ഒരു പ്രഷർ വേരിയബിളേ ഉള്ളൂ. Now we have C components. Okay, now because we have C components we can have C minus 1 compositions or concentration variables. Okay, അതായത് നമുക്കിപ്പോൾ 2 പേരുണ്ടെങ്കിലല്ലേ ഒരു കോമ്പസിഷൻ ആയിട്ട് പറയണ്ടു. ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഷുഗർ എടുത്തു. ഓക്കെ, യു വോണ്ട് ടു സേ ഇറ്റ് ഈസ് ഓൺലി ഷുഗർ. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ഗ്രാം എടുത്താൽ 100 ഗ്രാം എടുത്താൽ 500 ഗ്രാം എടുത്താലും അത് വ്യത്യാസം വരുന്നില്ല. മനസ്സിലായോ? ബിക്കോസ് ഇറ്റ് ഈസ് പെർ മോൾ ഓരോ ഇതിൽ. നേരെ മറിച്ച് ഞാൻ ഷുഗറും സോൾട്ടും 2 കോമ്പണൻറ്റ് എടുക്കുമ്പോൾ അപ്പം ഇമ്മീഡിയറ്റ്ലി ഈ 50 എടുത്തതിൻ്റെയും 100 എടുത്തതിൻ്റെയും 500 എടുത്തതിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് വരും. ബിക്കോസ് അതിൻ്റെ റേഷ്യോ വരുന്നുണ്ട് വിത്ത് ദ സോൾട്ട്. സോ മനസ്സിലായോ? ഇതാണ് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ എപ്പോഴും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് കാര്യമില്ല, അതിന് അത്രയും അർത്ഥമില്ല പറയുന്നതിന്. പക്ഷേ സോ ദസ് ഇഫ് ഐ ഹാവ് സി കോമ്പണൻസ് ഒരെണ്ണം എപ്പോഴും കുറയ്ക്കണം. ദാറ്റ് ഇസ് വൈ വി സേ വി ഹാവ് C minus 1 concentration വേരിയബിൾസ്. അതായത് നമുക്ക് വേരി ചെയ്യാൻ പറ്റണത് ഇപ്പോൾ 2 പേരുണ്ടാവുമ്പോഴേ എനിക്ക് ഒരു വേരിയേഷൻ വരുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വേരിയബിൾ ഇല്ല അവിടെ. പല കോമ്പോസിഷൻസ് എടുക്കാൻ ഉള്ളൊരു അർത്ഥമില്ല. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് we have C minus 1 concentration variables which have to be specified for each phase. അതായത് C minus 1 ഓരോ ഫേസിന് നമ്മൾ പറയണം, each phase. Okay, and then let's go to phases. So now for P phases the number of composition so അപ്പോൾ അതായത് ഓരോ ഫേസിന് നമുക്ക് C minus 1 നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ P ഫേസസ് അല്ലേ നമുക്കുള്ളത്, വിച്ച് മീൻസ് P ഇൻറ്റു C minus 1 അല്ലേ നമ്മുടെ നമ്പർ ഓഫ് കോമ്പോസിഷൻ വേരിയബിൾസ് വരിക. ബിക്കോസ് P ഫേസസ് ഉണ്ട്. ഒരു ഫേസിൽ നമുക്ക് C minus 1 കോമ്പോസിഷൻ വേരിയബിൾ ആണ്. ഓരോ ഫേസിനും നമുക്ക് C minus 1 അത് ടോട്ടൽ ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് P ഇൻറ്റു C minus 1 ചെയ്താൽ മതി അല്ലേ? എത്ര എണ്ണം ഉണ്ട്, എത്ര ഫേസ് ഉണ്ട് വെച്ചാൽ അതിന് ഇൻറ്റു C minus 1. ദിസ് ഇസ് ദ total number of composition variables. Fine. So ഇതിലേക്ക് നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും വേരിയബിൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ദ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് P ഇൻറ്റു C minus 1 പ്ലസ്
ടു. ബിക്കോസ് ഈ രണ്ട് പറയുന്നത് അവിടെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഒരു ടെമ്പറേച്ചറും ഒരു പ്രഷറും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. എത്ര നമുക്ക് വേരിയബിൾസ് ഉണ്ടോ ഒരു സിസ്റ്റം എടുക്കുമ്പോൾ അതിൽ ഓരോ ഫേസിൽ എനിക്ക് കോമ്പോസിഷൻസ് വേരി ചെയ്യാം. അപ്പോൾ എനിക്ക് C-1 ആണ് ഓരോ ഫേസിൽ വരുന്ന ടോട്ടൽ P ഫേസസ് ഉണ്ടെങ്കിൽ P × C-1 കിട്ടി. പിന്നെ ഒരു ടെമ്പറേച്ചറും ഒരു പ്രഷറും ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഈ ഒരു നമ്പറിൽ നമുക്ക് എക്സ് ടോട്ടൽ എന്താണെന്ന് കണ്ടുപിടിച്ചു. Now some of these variables, okay, however interdependent, are interdependent, അതായത് അവർ തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ആൻഡ് നമ്മളൊരു തെർമോഡൈനാമിക് വ്യൂവിൽ നമ്മളെപ്പോഴും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇൻ ദ ഫേസ് 1, ഓക്കെ, ഞാൻ കോമ്പോണൻറ്റ് 1ൻ്റെ എടുക്കുകയാണെങ്കിൽ μ1 in phase 1 is equal to μ1 in phase 2, which is equal to ഓരോന്ന് equal to μ1 in phase P. ഓക്കെ, ഇതുപോലെ എനിക്ക് കോമ്പോണൻറ്റ് 2നെ പറ്റിയിട്ട് എഴുതാം. μ2 in phase 1 is equal to μ2 in phase 2, which is equal to അങ്ങനെ μ2 in phase P. ഇവർ തമ്മിൽ അതാണല്ലോ നമ്മുടെ ഇക്വിലിബ്രിയം ഇൻ ഫേസസ് എന്ന് പറയാം. സിമിലർലി അങ്ങനെ പോയിട്ട് നമുക്ക് സീത്ത് കോമ്പണൻറ്റിനെ പറ്റിയിട്ടും എഴുതാം. ദാറ്റ് ഇസ് μc in the phase 1 is equal to μc in the phase 2, which is equal to μc in the pth phase. Okay, now each one of the C, okay, above C expression is actually containing P-1 independent equations. Okay, അതായത് each component in P phases there is P-1 equations. Fine. So, and each set of P-1 simultaneous equation defines the P-1 independent variables. So, total number of independent variables defined by C sets നമുക്ക് കിട്ടുകയാണെങ്കിൽ that is what is my y, that is C into P-1. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളത് റേഷണലൈസ് ചെയ്യണം. ആൻഡ് അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി, ആൻഡ് ദീസ് ആർ ദ നമ്പർ വിച്ച് ഇസ് ഓട്ടോമാറ്റിക്കലി ഡിഫൈൻഡ് ഫോർ ദ കണ്ടീഷൻസ് ഓഫ് ഫോർ ഇക്വിലിബ്രിയം. ആൻഡ് അങ്ങനെ നമുക്ക് ആ ഇക്വേഷനിൽ നോക്കുമ്പോൾ F is equal to x minus y അല്ലേ. അപ്പോൾ P into C-1 plus 2 minus C into P-1 x minus y ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. PC minus P plus 2 minus CP, which is again the same, plus, because minus and minus, which is plus C. Okay, now എനിക്ക് അപ്പോൾ CP ഇത് ക്യാൻസൽ ചെയ്യണം. ആൻഡ് ഫൈനലി ഐ വിൽ ഗെറ്റ് C minus P plus 2. ഓക്കെ, ദിസ് ഈസ് ദ ഗിബ്സ് ഫേസ് റൂൾ. കിട്ടിയല്ലോ നമുക്ക്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു ചെറിയൊരു കാര്യം കൂടിയും എനിക്ക് പറയാനുള്ളത്. ആൻഡ് വിത്ത് ദാറ്റ് വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഫേസ് ഡയഗ്രംസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫേസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം നമുക്കറിയാം. ആൻഡ് ഇത് ഡിപ്പെൻഡ് ചെയ്യണ ചില വേരിയബിൾസ് ഉള്ളത് ടെമ്പറേച്ചർ, പ്രഷറും കോമ്പോസിഷനാണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഒരു സിസ്റ്റത്തിൽ എത്രയോ നമ്പർ ഓഫ് ഫേസസ് എക്സിസ്റ്റ് ചെയ്യും. അതിൽ ഉള്ള വേരിയബിൾസ് പറ്റണത് ഇസ് ഓൺലി ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പോസിഷൻ. ഈ 3 കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് റെലവൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ കോമ്പോസിഷൻ, ടെമ്പറേച്ചറും പ്രഷറും ഓരോന്നേ ഉള്ളൂ. പക്ഷെ കോമ്പോസിഷൻ എന്ന് പറയുന്ന ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് കോമ്പണൻസ്, ഡിപ്പെൻഡ്സ് ഓൺ സിൻ്റെ നമ്പർ. ഓക്കെ, സോ നമ്മൾ ഫേസ് ഇക്വിലിബ്രിയ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നത് പ്ലോട്ട് വെച്ചിട്ടും ഒരു ഫേസ് ഡയഗ്രം വെച്ചിട്ടാണ്. അത് എങ്ങനെയാണ് ആ ഗ്രാഫിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് പല എന്താ പറയുക ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ ഡയഗ്രംസ്, ഓക്കെ, വിച്ച് ഷോ ദ ഡിപ്പെൻഡൻസ്. അപ്പോൾ ലൈക്ക് യു ക്യാൻ ഹാവ് ഇഫ് ദർ ഇസ് ഓൺലി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, തിരിയാണ്, സോറി, it's always pressure on top and temperature bottom. Okay,
ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിട്ട് നമ്മളിങ്ങനെ ഇത് രണ്ടാണ് വേരിയബിൾസ്. സപ്പോസ് ഫോർ എ സിസ്റ്റം നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും മാത്രമേ വേരിയബിൾ ഉള്ളൂ, കോമ്പോസിഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കും, സി കോൺസ്റ്റൻ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 2-dimensional പ്ലോട്ട് കിട്ടും. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ദ ഫേസ് ഡയഗ്രാം. Okay, so schematic summaries of actual experimental data on the conditions of equilibria between phases. Okay, this is what is phase diagram. Okay, and ഒരു one component system you will always see there is only pressure temperature graph. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സിസ്റ്റം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ we will discuss more അബൌട്ട് ഇറ്റ്. ബട്ട് എപ്പോഴും ഓർത്തോളൂ, ഫേസ് ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്ലോട്ട്സ് ഉപയോഗിച്ചിട്ടാണ്, ഇങ്ങനെ ഓരോ ഡയഗ്രംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഡയഗ്രംസ് ആണ് ഫേസ് ഡയഗ്രാം. ആൻഡ് വൺസ് മോർ ഐ വിൽ ടെൽ യു ദേ ആർ ദ സ്കീമാറ്റിക്. അത് ഞാൻ എഴുതി തരാം. സ്കീമാറ്റിക് സമ്മറീസ്. ഓക്കെ, അതായത് ഒരു സമ്മറിയാണ്, അതിൻ്റെ ഒരു ഉള്ളടക്കം പോലെ ഓഫ് or essence is what I would say, of actual experimental data on the conditions of equilibria between phases. Okay, this is what is my phase diagram. So more we'll do in the next video. I'll go on to application of phase rule, okay, to one component, two component, which I told you before. Okay, so that's it for now. Thank you.